ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് വെച്ചാൽ എൻ്റെ വീട്ടിൻ്റെ ടോപ്പ് റൂഫിൽ, അതായത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിൽക്കുന്ന ഒരു ടെറസിലാണ്. അപ്പോൾ ഇവിടുത്തെ ഞാനിപ്പോൾ വീട് മൊത്തം ഒന്ന് റിനോവേഷൻ ചെയ്യണം. അപ്പോൾ കുറച്ച് കാലമായിട്ട് വീഡിയോസ് നിങ്ങൾ കണ്ടുണ്ടാവില്ല എന്തായാലും അതിനെ, ബിക്കോസ് ഇവിടെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ട്. അപ്പോൾ വീടിൻ്റെ ഔട്ടർ പോർഷൻസിലൊക്കെ ഒന്ന് നല്ല ലീക്ക് ഉണ്ട്. അപ്പോൾ ഉള്ളിലോട്ടൊക്കെ അത് ആ ലീക്ക് ബാധിച്ചുകൊണ്ട് തന്നെ ഞാനത് ലീക്കിൻ്റെ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ പരിചയപ്പെട്ടു. ആ ആളുടെ വഴിയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ലീക്കിൻ്റെ കാര്യം. അപ്പോൾ ആൾ തന്നെ പറഞ്ഞു തരും ഏതാണ് കമ്പനി, എന്താണ് സംഭവം, എങ്ങനെ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും. അതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ ക്ലീനിങ് നടത്തുക. അവർ തന്നെ ക്ലീനിങ് നടത്തും എന്ന് വെച്ചാൽ അവർ വന്ന് ചെക്ക് ചെയ്യും, ചുറ്റുപാട്ടൊക്കെ ചെക്ക് ചെയ്യും, ഫുള്ളായിട്ട് ചെക്ക് ചെയ്യും കാര്യങ്ങൾ. എന്നിട്ട് മാത്രമേ അവർ എന്ത് ചെയ്യും ബാക്കി പ്രോസസ്സൊക്കെ നടത്തുള്ളൂ. എന്ന് വെച്ചാൽ ഫസ്റ്റ് അവരുടെ കാര്യം എന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യുക. അതേപോലെ തന്നെ ഇവരെന്ത് ചെയ്യും മറ്റു എല്ലാ വീടിൻ്റെ മുക്കുമൂലയുള്ള എവിടേക്ക് നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യണോ അവിടെ എല്ലാം അവർ ക്ലീൻ ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ എന്തായാലും മൂപ്പരടുത്ത് പോണ മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ ക്ലീൻ ചെയ്തതിൻ്റെ കറക്റ്റ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ കറക്റ്റ് അവസ്ഥ ക്ലീൻ ചെയ്തതിൻ്റെ. കണ്ടോ, ഇവിടെ മൊത്തം ഒരു ക്ലീൻ ചെയ്ത് ഇവിടെ ചെറിയ ഇതാണ് ഒരു പൊടി പറഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഫംഗസൊക്കെ പോയ ശേഷമുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ. എന്ന് വെച്ചാൽ മെഷീൻ വെച്ച് നമ്മളെ ഹൈഡ്രോ മറ്റേതില്ല, എന്താ പറയുക, പവർ വാഷ് വെച്ചിട്ടാണ് അവർ ക്ലീൻ ചെയ്തിരിക്കുന്നത്. പവർ വാഷ് വെച്ച് നല്ല വൃത്തിയിൽ നല്ല സ്മൂത്താക്കി എല്ലാം, ഇവിടെ ഒരു ഫംഗസ് പോലും കാണില്ല ഈ ചുറ്റുവട്ടം ഒന്നും. അപ്പോൾ എന്തായാലും മൂപ്പര് അത് അവിടെ ഉണ്ട്. മൂപ്പര് പേര് സജിയാണ്. സോറി. അപ്പോൾ നിങ്ങൾ തന്നെ ഇതിനെ പറ്റിയിട്ട് കാര്യങ്ങൾ, ഇതിപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സ് ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്? നമ്മൾ ആദ്യത്തിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യുന്നു. ഇപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഞങ്ങൾ കണ്ടിരുന്നില്ല, കംപ്ലീറ്റ് ഗ്രീൻ ഇതായിട്ട് കിടക്കുന്നു, പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമുക്കിതിൽ ക്രാക്കുകൾ ഉണ്ടാവും. ഈ ചെറിയ ചെറിയ ക്രാക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ക്രാക്കുകൾ ഈ ക്രാക്കുകൾ നമ്മളത് എല്ലാം വലുതാക്കി അതിന് ക്രാക്ക് ലോക്ക് വെച്ച് ഫില്ല് ചെയ്തതിന് ശേഷമാണ് നമ്മളെ പ്രോസസ്സിലേക്ക് കടക്കുക. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം 45 GSM-ൻ്റെ നെറ്റ് വെച്ചിട്ട് 2 കോട്ട് മെറ്റീരിയൽ, മാസ്റ്റർ ബോണ്ട് എന്നാണ് അതിൻ്റെ പേര്, അത് സിമെൻറ്റിൽ മിക്സ് ചെയ്തിട്ട് 2 കോട്ട് മെറ്റീരിയൽ നമ്മൾ അതിലിടും, അപ്ലൈ ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ ഈ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ബാൻവെറ്റ് എന്നാണ് കമ്പനിയുടെ പേര്. അപ്പോൾ അത് പിന്നെ എറണാകുളം ബേസ് ചെയ്തിട്ടാണ് ഇപ്പം കമ്പനി ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പം ഞാനതിൻ്റെ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേറ്റർ കൂടിയാണ്. അപ്പോൾ അതിൽ നമ്മൾ അപ്ലൈ ചെയ്ത് ചെയ്യുന്നത് PU ഫ്ലെക്സ് എന്ന് പറയുന്ന മെറ്റീരിയലാണ്. അത് 3 കോട്ട് വന്നു കഴിഞ്ഞാൽ ലീക്ക് നമ്മളതിന് വാറണ്ടിയും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം അത് ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്, PU ഫ്ലെക്സ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ. കാര്യം ചോദിക്കട്ടെ, ആളുകൾക്ക് ഏറ്റവും സംശയമുള്ള കാര്യം, ഇപ്പോൾ ഈ ലീക്ക് വന്നപ്പോൾ ഓക്കെ നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്തു, അപ്പോൾ വാറണ്ടിയിൽ ആളുകൾക്കാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. ഇത് എങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ് നടക്കണം, എന്താണ് അതിൻ്റെ കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ പറഞ്ഞു. അതായത് നമ്മൾ മറ്റ് ഒരുപാട് കമ്പനികൾ വേറെ ഉണ്ട്, അപ്പോൾ കമ്പനി പേര് നമ്മൾ പറയുന്നത് ശരിയില്ല. അപ്പം അതുകൊണ്ട് അവരൊന്നും നമ്മളിത് കറക്റ്റായിട്ട് വാറണ്ടി കൊടുക്കുന്നില്ല. കമ്പനി നമുക്ക് അത് തരും എന്ന് വാക്കാൽ പറയുന്നതല്ലാതെ അവർ നമുക്ക് വാറണ്ടി ആയിട്ടൊന്നും തരുന്നില്ല. ഓക്കെ, റെഡി ആകും. അത് അവരുടെ കമ്പനി ആപ്ലിക്കേറ്റർമാർ വന്നിട്ടാണ് ചെയ്യുക. നമ്മൾ ഇപ്പോൾ അത് സാധാരണ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്, കടയിലൊക്കെ സാധനങ്ങൾ വാങ്ങാൻ കിട്ടും പല പല കമ്പനിയുടെ. അതെല്ലാം അതിനെക്കുറിച്ച് അറിവില്ലാത്ത കുറേ ആളുകൾ വന്ന് ചെയ്യണം. അപ്പം അതിൽ നമുക്ക് കസ്റ്റമർക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് ഇതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോഴേ കമ്പനി നമ്മൾക്ക് വാറണ്ടി അവർ പ്രൊവൈഡ് ചെയ്ത് തരുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും നമ്മൾ വാറണ്ടി പറയുന്നുണ്ടെങ്കിൽ ഒരു മിനിമം വാറണ്ടി പറഞ്ഞാൽ തന്നെ 15-20 വർഷം നമ്മൾ പറഞ്ഞാൽ തന്നെ അതിൻ്റെ അപ്പുറത്തേക്കാണ് ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഉള്ളത്. മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മെറ്റീരിയലാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാനത് വേറെയും കമ്പനികളുടെ സാധനങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഈ കമ്പനിയുടെ ബാൻവെറ്റിൻ്റെ ആണ് ഇപ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിന്, റൂഫ്, ബാത്റൂമുകളെല്ലാം വാട്ടർ പ്രൂഫിങ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ബാൻവെറ്റിൻ്റെ ആണ് നമ്മൾ കണ്ടെടുത്തോളം. വേറെയും കമ്പനികളുണ്ട്, അവരൊന്നും മോശമാണെന്നല്ല, പക്ഷെ നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന അവരാണ് നമുക്ക് ഈ തരുന്നത്. മറ്റേത് അവർ 10 വർഷം 15 വർഷം ഇത് വാക്കാൽ പറയുന്നതല്ലാതെ അവർ ആ സംഭവം നമുക്ക് അത് ഉറപ്പില്ല, ചെയ്തു തന്നിട്ടില്ല. അതെ, കസ്റ്റമർക്ക് നമുക്കൊരു ഗ്യാരണ്ടി ആയിട്ട് വാറണ്ടി കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പേപ്പറിൽ കമ്പനി നമുക്ക് അത് വന്ന് അവർ നമ്മളെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം, വാട്ടർ വർക്ക് കഴിഞ്ഞതിന് ശേഷം കമ്പനി നാൾ വന്ന് ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് അവർ ഓക്കെ ആണ്, അവർ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അവർ ആ സംഭവം നമുക്ക് ആ വാറണ്ടി തരും. അല്ലെങ്കിൽ കസ്റ്റമർ ബാധ്യത അല്ലാതെ അത് എൻ്റെ ബാധ്യത. അതായത് ആപ്ലിക്കേറ്റ് ചെയ്ത ആരാണോ, കമ്പനിയാണ് കമ്പനി, ഇതേമാതിരി സർട്ടിഫൈഡ് ആപ്ലിക്കേറ്റർ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാനാണല്ലോ, അപ്പോൾ ഞാനാണത് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും കമ്പനി നാൾ വരും, അവർ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അവർ ഈ വാറണ്ടി തരിക, അല്ലെങ്കിൽ കമ്പനിക്കാണുള്ള പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ വന്ന് ചെക്ക് ചെയ്ത് എല്ലാ കമ്പനിയും നോക്കിയതിന് ശേഷമാണ് ഒരു വാറണ്ടി ഇഷ്യൂ ചെയ്ത് തരും. അപ്പോൾ അതുവരെയുള്ള പ്രോസസ്സ് നമ്മളാണ് ചെയ്യേണ്ടത്, അത് ഞാനാണ് ചെയ്യേണ്ടത്, ആപ്ലിക്കേറ്ററാണ് ചെയ്യേണ്ടത്. കസ്റ്റമറും കമ്പനി നമ്മൾ അതിൽ
ഒരു ബന്ധമില്ല. വർക്ക് എടുക്കുന്ന ആളാണ് ഉത്തരവാദിത്തമുള്ളത്. ഇപ്പോൾ ഒരു വീടിന് ചാവി അവസാനം വരെ നിങ്ങൾ തന്നാൽ മതി. അതാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതിലിപ്പം ലീക്ക് മാത്രമല്ല ഇതിലുള്ള പ്രശ്നം, വേനൽക്കാലത്തുള്ള ചൂട്, ആ ചൂടിൻ്റെ ഒരു പ്രശ്നം ഇതും കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിലൊരു കമ്പനി നമ്മൾ പറയുന്നത് 8 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ ചൂട് ഉള്ളിലേക്ക് ചൂട് കുറയുമെന്നാണ്. അപ്പം അതും അവർ ഇത് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അല്ല, അവരൊരു കാര്യം ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ 2 ഇതുണ്ട് എന്ന് വെച്ചാൽ 2 റേറ്റിൽ പറയുന്നുണ്ട്. ഒന്ന് 58ഉം ഒന്ന് 68ഉം. അപ്പോൾ ഈ 58ഉം 68ൻ്റെ വ്യത്യാസങ്ങൾ എന്താണ്? 58 രൂപ നമ്മൾ സ്ക്വയർ ഫീറ്റിന് വാങ്ങുന്നത്, അതിൽ ഉള്ളത് അതിൻ്റെ മെറ്റീരിയൽ മാത്രമാണ്. പ്രൊസീജിയർ അല്ല, ഇത് തന്നെ 5 കോട്ട് മെറ്റീരിയൽ വരും, ഒരു ലെയർ നമ്മൾ മെഷും വരും. അതായത് നെറ്റ് 45 GSM-ൻ്റെ നെറ്റാണ് വരുന്നത്. അതിൽ മെറ്റീരിയൽ മാത്രമേ മാറുന്നുള്ളൂ. ഒന്ന് PU കോട്ട് എന്ന് പറഞ്ഞ മെറ്റീരിയലും PU ഫ്ലക്സ് എന്ന് പറഞ്ഞ മെറ്റീരിയലും തമ്മിലുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ക്വാളിറ്റിയിലുള്ള ചെറിയ മാറ്റം. ഇപ്പോൾ നമ്മൾ പെയിൻറ്റിൻ്റെ ആണെങ്കിലും ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് എന്നുള്ള അത് മാത്രം ആ ഒരു ഇത് മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സിസ്റ്റങ്ങളെല്ലാം നമ്മൾ ഇത് ചെയ്യുന്ന ആപ്ലിക്കേഷൻ സിസ്റ്റം എല്ലാം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അതിൽ ഈ 68 ഇതിൽ PU ഫ്ലക്സ് നമ്മൾ അടിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ചൂടിൻ്റെ ഒരു ഇതും കൂടെ നമുക്ക് ഇതുണ്ട്. ചൂട് ഒരു 10 ഡിഗ്രിയോളം ഹീറ്റ്. അതെ, അത് UV റെസിസ്റ്റൻ്റ് പവറുള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് PU ഫ്ലക്സ്. അതുപോലെ പോളിയൂറിത്തീൻ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ലീക്ക് അതുപോലെ ചൂടിനെല്ലാം റെസിസ്റ്റ് ചെയ്യുന്ന സംഭവമാണ് മെറ്റീരിയലാണ് ഈ PU ഫ്ലക്സ് എന്ന് പറഞ്ഞ സംഭവം. അപ്പം നമുക്ക് അവിടെ ചെയ്യണം. ഈ ഒരു ഏരിയ ഇപ്പോൾ ചെയ്തിട്ടില്ല, ഇവിടെ വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയേക്കാം. അപ്പോൾ ഈ മുകൾ വശമൊക്കെ ചെയ്ത് കഴിഞ്ഞതാണ്. എനിക്ക് മുകളിലോട്ട് കയറാൻ പറ്റാത്തൊരു പ്രശ്നം, കാരണം മുകളിലോട്ട് പോകാതെ അവിടെ താഴത്ത് ഭാഗം സൺഷെയ്ഡ് ഭാഗത്തൊക്കെ അല്ലെങ്കിൽ ഭാഗത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ ഇതാണ് ഇപ്പോൾ പ്രോസസ്സ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഷീറ്റ്, ഈ പോളിത്തീൻ ഷീറ്റ്, ഈ ഷീറ്റ് നിങ്ങൾ കാണുന്ന ഈ ഷീറ്റാണ് അവർ ആദ്യം അടിച്ചത്. പക്ഷേ അതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യം വെച്ചാൽ അവർ ക്രാക്ക് സീൽ ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിൽ അടിയിലെവിടെയും ക്രാക്ക് ഉണ്ടെങ്കിൽ അത് സീൽ ചെയ്തിട്ടാണ് പിന്നെ ഈ ഷീറ്റ് അടിക്കുക. എന്നിട്ടാണ് ഇവർ ഈ ഒരു കോട്ടിങ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ മൂപ്പർ പറഞ്ഞുതരും, ഞാനല്ല പറയാൻ പോകുന്നത്. നിങ്ങൾ പറഞ്ഞോളൂ കാര്യങ്ങൾ. ഇതിലിപ്പോൾ നമ്മൾ 45 GSM-ൻ്റെ മെഷ് ഇട്ടിട്ട് അതിൽ നമ്മൾ മാസ്റ്റർ ബോണ്ട് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. അതിൽ സിമെൻറ്റ് മിക്സ് ചെയ്തിട്ട് 2 കോട്ട് നമ്മളിത് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഇത് നമ്മളെ മെറ്റീരിയൽ അടിക്കുന്നത്, PU ഫ്ലക്സ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ അടിക്കുന്നത്. ഇതിപ്പോൾ നമ്മളതിൽ ആ നെറ്റ് ഉപയോഗിച്ചിട്ട് അതിൽ മാസ്റ്റർ ബോണ്ട് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിക്കുന്നതാണിത്. മാസ്റ്റർ ബോണ്ട് എന്ന് പറഞ്ഞ മെറ്റീരിയൽ നമുക്ക് ഇവരെ തന്നെ കിട്ടുന്നുണ്ട്. ബാൻവെറ്റിന് ഒരുപാട് കമ്പനികൾ ഉണ്ട്, പക്ഷേ ബാൻവെറ്റിനെയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. SBR ലാറ്റക്സ് എന്ന് പറഞ്ഞ സംഭവമാണിത്. അപ്പോൾ അതിൽ നമ്മൾ സിമെൻറ്റ് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് ഒരു 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതുപോലെ 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റ് വാട്ടർ പ്രൂഫിൻ്റെ UV റെസിസ്റ്റൻ്റ് മെറ്റീരിയൽ PU കോട്ടിങ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. അത് 3 കോട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നീട് അതിൽ നമുക്ക് ഒരു വാട്ടർ ലീക്കേജ് ഉണ്ടാവില്ല. അതാണ് നമ്മളെ കമ്പനി തരുന്ന വാറണ്ടി. അതുപോലെ തന്നെ 10 ഡിഗ്രി വരെ ചൂട് റെസിസ്റ്റ് ചെയ്യും. താഴേക്ക് നമ്മുടെ റൂമിലൊക്കെ ഇപ്പോൾ ചൂടുകാലമാണ് വരുന്നത്. ചൂടുകാലത്ത് റൂമിനകത്തുള്ള ചൂട് 10 ഡിഗ്രി വരെ കുറയുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു 40-48 ഡിഗ്രി പുറത്ത് ചൂടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ടെറസിൻ്റെ ചൂടാട്ടോ പറയുന്നത്. 50 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലൂടെ 50 ഡിഗ്രി എന്ന് ചോദിക്കരുത്. ടെറസിൻ്റെ ചൂടാണ്, കോൺക്രീറ്റിൻ്റെ ചൂടാണ്. ആ കോൺക്രീറ്റിൻ്റെ ചൂടിൻ്റെ പവറാണ് ഈ 40 ഡിഗ്രി 40 ഡിഗ്രിയൊക്കെ വരുന്നത്. അതൊരു 10 ഡിഗ്രിയൊക്കെ ആയിട്ട് 10 ഡിഗ്രി കുറഞ്ഞ് നമുക്കതിൻ്റെ ഒരു 30 ഡിഗ്രി 32 ഡിഗ്രിയൊക്കെയാണ് താഴേക്ക് നമ്മൾ റൂമിലേക്ക് വരിക. അതുകൊണ്ട് ചൂടിനെ കൂടി റെസിസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണിത്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, അപ്പോൾ മൂപ്പര് പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ സംഭവിച്ചാൽ ഇതിപ്പോൾ ഫസ്റ്റ് കോട്ട് അടിച്ചോളൂ. ഇതിപ്പോൾ ഓരോ ലെയറായിട്ട് ഫസ്റ്റ് അവിടെ ഒരു ലെയർ ഷീറ്റ് ഇട്ടു, രണ്ടാമത്തെ ഷീറ്റ് ഇട്ടു, മൂന്നാമത്തെ ഷീറ്റ്. ഇപ്പോൾ ഇനി ഇവിടെ ഒരു അങ്ങോട്ട് അറ്റത്തൊരു ചെറിയ പീസും കൂടി വരും. ഇവർ ഷീറ്റ് അടിച്ച ശേഷം എന്തെങ്കിലും ഈ ഒരു സിമെൻറ്റ് ഇവരുടെ ബാവറ്റിൻ്റെ എന്തെങ്കിലും കമ്പനീൻ്റെ പേര് എന്ത് ചെയ്തത്? ബാൻവെറ്റ് അതിനെ ബാൻവെറ്റ് എന്ന കമ്പനീൻ്റെ അവരും അതും കൂടി മിക്സ് ചെയ്ത് സിമെൻറ്റ് കൂടി മിക്സ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും, ഇതിൽ കോട്ടടി. ഇത് ഫസ്റ്റ് കോട്ടാണ്. ഇനി ഇതിൽ 2-3 കോട്ടും കൂടി വരുന്നുണ്ട് അല്ലേ? എത്ര കോട്ടുണ്ട് ഇതിൽ? ഇനി ഒരു കോട്ട് ഈ ഇത് വരും, മാസ്റ്റർ ബോണ്ട് ഒരു കോട്ടും കൂടെ വരും. ഒരു കോട്ടും കൂടെ വരും. PU ഫ്ലക്സ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ, റെസിസ്റ്റന്റ് മെറ്റീരിയൽ 3 കോട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അത് ഡൈല്യൂട്ട് ചെയ്യാതാണ്, ഡയറക്റ്റ് അടിക്കുകയാണ്. ഓക്കെ അപ്പോൾ ഡയറക്റ്റ് അടിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിംഗ് ആണെങ്കിൽ ചെറിയ
ചെറിയതായിട്ട് വെല്ല ചെയ്താലോ. ഇത് ഇനി ഉണങ്ങി കഴിഞ്ഞാൽ അടുത്ത കോട്ടടിക്കണം. അപ്പോൾ ഇതാണ് കമ്പനീൻ്റെ കറക്റ്റ് പേര്, ബാൻവെറ്റ്. ഇതിപ്പോൾ എറണാകുളം ബേസ്ഡ് ആണ് അവരുടെ ഇത് മെയിൻ ഹെഡ് ഓഫീസ് വരുന്നത്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താലും കേരള ഒട്ടാകെ അവർ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സ് നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ ഒരു ഇത് കഴിഞ്ഞ് ഇതിൻ്റെ സെക്കൻഡ് കോട്ടും കഴിഞ്ഞ് ഇനി എന്താണ് അടുത്ത കോട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത പ്രോസസ്സിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ PU ഫ്ലെക്സാണ് ഇത് പഠിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് കോട്ടാണ്, ഡൈല്യൂട്ട് ചെയ്യാതെ. ഇനി അതിന് ശേഷം ഇതിന് 2 കോട്ടും കൂടി ഇനി വരും. ഇപ്പോൾ അത് ഫസ്റ്റ് കോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതും പറയാതെ ഇവിടെ കയറ്റിയിട്ട് അവിടെ അടിക്കുള്ളൂ. അപ്പോൾ വെള്ളത്തിൻ്റെ ഈർപ്പം അങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുറച്ച് കയറ്റിയിട്ട് അടിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് കോട്ട് അടിച്ച ശേഷം ഇനിയൊരു അത് ഉണങ്ങിയ ശേഷം 2 കോട്ടും കൂടെ അടിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രോസസ്സ്. പിന്നെ വേറെ കാര്യം വെച്ചാൽ ഇതിൻ്റെ മുകളിലോട്ട് അവർ ആദ്യം കയറ്റി അടിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നീട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ കയറ്റി അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പെയിൻറ്റ് അടിക്കാൻ പറ്റില്ല. നമ്മൾ കളർ അടിക്കാനുള്ളതല്ലേ. അപ്പോൾ ഇവിടെ കളർ പെയിൻറ്റ് അടിക്കുമ്പോൾ ആ പെയിൻറ്റ് എന്താ പറയുക പൊള്ളച്ച് പുറത്ത് ഇതാവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പെയിൻറ്റ് അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഈ കോട്ട് ഇവിടെ വരെ ഉണ്ടാവുള്ളൂ. താഴത്ത് കാണുന്ന ഈ കോട്ട് ഇവിടെ വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ 2 കോട്ടും കൂടെ എക്സ്ട്രാ അടിച്ചിട്ടാവും ഇത് തീരുക. അപ്പോൾ കാണുമ്പോൾ ഇത് എന്ന് വെച്ചാൽ ഈ ഇവിടുത്തെ ഇത് കഴിയുമ്പോൾ നല്ലൊരു ഏകദേശം എന്താ പറയുക, ഈ കളർ കണ്ടിട്ട് മനസ്സിലാവും, ഒരു വയലറ്റ് കളർ അത്രയും ഇതുപോലെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് കോട്ട് അടിച്ചു, ഇനി സെക്കൻഡ് കോട്ട് അടിക്കണം, തേർഡ് കോട്ട് അടിക്കണം. അതാണ് ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നത് ഇത് ഫസ്റ്റ് കോട്ടാണ്. ഇതൊക്കെ ഫസ്റ്റ് കോട്ടാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് മൊത്തം ഫസ്റ്റ് കോട്ട് അടിച്ചിരിക്കുന്നത്. ഇനി ഇതിന് സെക്കൻഡ് കോട്ടും തേർഡ് കോട്ടും വരാണ്ട് ഇവിടെയും പകുതി അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ വശത്ത് നമുക്ക് കാണിച്ചു തരാം, ഫിനിഷ് ആയത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്ന്. ഇവിടെയൊക്കെ മുകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഈ സൺഷെയ്ഡുകളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താണ് ഇനി അതിൻ്റെ അടുത്ത ഇതിൻ്റെ കറക്റ്റ് ഇതിൻ്റെ ഒരു കളർ എന്താണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം, ശ്രദ്ധിച്ച് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാം. നമ്മൾ എന്താ പറയുക, ആ ഷീറ്റ് ഇതുണ്ടല്ലോ, എന്താ പറയുക, ഒരു മെഷ് വെച്ചിട്ടുണ്ടല്ലോ, അത് കറക്റ്റ് അവിടെ ഇങ്ങനെ ഫസ്റ്റ് കോട്ട് അടിച്ചപ്പോൾ തന്നെ കാണുന്നുണ്ട് ആ ഒരു മെഷ്. അപ്പോൾ ഇനി ഇതിൻ്റെ 2 കോട്ടും കൂടെ അടിച്ചിട്ടാണ് ഈ ഒരു പ്രോസസ്സ് തീരുക. എന്നിട്ടാണ് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വരും. എന്ന് വെച്ചാൽ ഈ ഒരു ഇത് എന്താ പറയുക, ഈ വർക്ക് ഫിനിഷായി കഴിഞ്ഞ് ഇതിന് ഫുൾ കോട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ കുളിച്ചിട്ട് വന്നതാണ് ഗൈസ്. അതാണ് പെട്ടെന്ന് ഒരു വർക്ക് രാവിലെ തന്നെ തുടങ്ങിയപ്പോൾ ഞാൻ. അപ്പോൾ എന്താ പറയുക, ഇത് കഴിഞ്ഞ ശേഷമായിരിക്കും ഇവർക്ക് എന്താ പറയുക വാറണ്ടീൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് ഇതിൻ്റെ ഓഫീസിൽ നിന്ന് വരും, ഇതൊന്ന് ഇൻസ്പെക്ട് ചെയ്യും. എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ തന്നെ ഇത് റെക്ടിഫൈ ചെയ്യണം. വെച്ചാൽ മൂപ്പർ ഇപ്പോൾ കാണുന്ന നിങ്ങൾ നേരെ കാണുന്ന മൂപ്പർ അതെന്ത് ചെയ്യും, ഇൻസ്പെക്ട് ചെയ്ത് മൂപ്പർക്ക് അതിനുള്ളത് കൊടുക്കും. നമുക്ക് അതിൽ ഉത്തരവാദിത്വം ഫുള്ള് മൂപ്പരുടെ കയ്യിലാണ്. ഇത് മൊത്തം ഈ ഒരു വർക്ക് മൊത്തം മൂപ്പരാണ് ഏറ്റെടുത്തത്. മൂപ്പർ പേര് സജിയുടെ നമ്പർ നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കിട്ടും, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കാണാം മൂപ്പരുടെ നമ്പർ കോൺടാക്ട് ചെയ്യണമെങ്കിലും ഒക്കെ. അപ്പോൾ എന്താ വെച്ചാൽ അവർ കമ്പനിയിൽ നിന്ന് വന്നിട്ട് ഇവരെന്ത് ചെയ്യും, ഫുൾ ഇൻസ്പെക്ട് ഈ ചെയ്ത കോട്ടിങ്ങും ഒക്കെ കറക്റ്റാണോ, എല്ലാ മുക്കും മൂലും കറക്റ്റാണെങ്കിൽ അവരെന്ത് ചെയ്യും, നമുക്ക് ഇതിൻ്റെ ഇത് തരും, എന്താ പറയുക, നമ്മളെ വാറണ്ടി പേപ്പർ തരും. ഇപ്പം ഞാനെടുത്തത് 68 രൂപേൻ്റെ ഇപ്പോൾ അതാണ് എന്താ പറയുക, സ്ക്വയർ ഫീറ്റിന് 68 രൂപേൻ്റെ ഇതാണ് എടുത്തിരിക്കുന്ന പാക്കേജ്. അത് നമുക്ക് പ്രത്യേകം പറഞ്ഞാൽ ഞങ്ങൾ പറയണമല്ലോ, എന്താ വെച്ചാൽ എക്സ്ട്രാ ഒരു എന്താ പറയുക, ഹീറ്റിൽ നിന്ന് കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ട്. ഹീറ്റിങ് കുറയും റൂമിലോട്ട് വരുന്നത്, 10 ഡിഗ്രിയും കുറയും എന്നാണ് പറയണത്. അതുമല്ല 20 വർഷത്തെ വാറണ്ടിയാണ് അവർ പറഞ്ഞത് 68-ൻ്റെത്. അതിന് താഴത്ത് വേറെ ഒന്നുകൊണ്ട് 58-ൻ്റെ ഉണ്ട്. അതിന് റെസിസ്റ്റൻസ് സംഭവം ഇല്ലെങ്കിലും 15 വർഷം വരെ അതിൻ്റെ വാറണ്ടി തരും. അപ്പോൾ ഇനി ഇവർ ഇതിൻ്റെ ഈ പ്രോസസ്സ് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ഇനി അതിൻ്റെ അവർ ഓഫീസേഴ്സ് വരാണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. അവർ വന്ന് ചെക്ക് ചെയ്യാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാം, എൻ്റയർലി മുകളിലൊക്കെ കയറി എല്ലാ മുക്കും മൂലം നിങ്ങൾക്ക് കാണിച്ചു തരാം, എവിടെയൊക്കെ ചെയ്തത്, എങ്ങനെ ചെയ്തതൊക്കെ അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം, ചെയ്ത ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നത് വെച്ചാൽ നമ്മളെ ബാൻവെറ്റിൻ്റെ വാട്ടർ പ്രൂഫിങ് ചെയ്ത് തീർത്ത ഒരു ഭാഗമാണ്. അപ്പോൾ കളർ കണ്ട ഒരു വയലറ്റ് കളർ തന്നെ ഉണ്ട് സംഭവം. ഇത് ഈ ഒരു കളറിലായിരിക്കും ഉണ്ടാവുക.
ഫിനിഷിങ് വർക്ക് എല്ലാ കോട്ടും തീർന്ന് നല്ല വൃത്തിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇത് ഇവിടെയും ഈ പോർഷനും ആ പോർഷനും ഇപ്പോൾ ഞങ്ങൾ കാണിച്ചത് അവിടെയും പിന്നെ നമ്മളെ റൂഫിൻ്റെ താഴത്തുള്ള ഇതിലാണ് സൺഷെയ്ഡിൻ്റെ ഭാഗങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടില്ല. ആ വീഡിയോ കണ്ട പോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കണ്ട വീഡിയോയിൽ കണ്ടില്ല, പക്ഷേ മുൻഭാഗം കണ്ടില്ല. ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ താഴത്തെ ആൾ വരും, സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. എന്താണ് അവർ ഇൻസ്പെക്ട് ചെയ്തിട്ട് എന്തൊക്കെ അവരുടെ എന്തൊക്കെ സംഭവങ്ങൾ നടന്നു, എന്തൊക്കെ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ റീവർക്ക് ഉണ്ടോ, അതൊക്കെ അവർ തന്നെ ആയിരിക്കും ഏറ്റെടുക്കുക. നമ്മളൊന്നും ഒരു പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ ബാൻവെറ്റിൻ്റെ ഇൻസ്പെക്ഷൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൂപ്പരോടെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ മൂപ്പരോട് ചോദിച്ച് നോക്കാം. എന്നിട്ട് ബാക്കി കാര്യം നോക്കാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തത് നിങ്ങൾ നോക്കിയിട്ട് ഇപ്പോൾ എന്താ മനസ്സിലായത്? നമ്മളെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേറ്റേഴ്സാണ് വർക്കുകൾ കോർഡിനേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ അവരെടുക്കും, എന്നിട്ട് അവർ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഫോം ഫില്ല് ചെയ്ത് അയച്ചു തരും. അതിനുശേഷമാണ് നമ്മളിവിടെ ഇൻസ്പെക്ഷൻ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇൻസ്പെക്ഷൻ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ വന്നിട്ട് അവർ ചെയ്ത വർക്ക് കറക്റ്റ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യും. അതിൽ ഫസ്റ്റ് ചെക്ക് ചെയ്യുക, അവർ ഫോം ഫില്ല് ചെയ്യുമ്പോൾ യൂസ് ചെയ്ത മെറ്റീരിയൽ കറക്റ്റ് ക്വാണ്ടിറ്റി ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്തതിനു ശേഷമാണ് ഇൻസ്പെക്ഷൻ അറേഞ്ച് ചെയ്യുക. ഇൻസ്പെക്ഷന് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത എല്ലാ ഏരിയകളും തോറായിട്ട് ചെക്ക് ചെയ്യും. അതായത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജോയിൻറ്റുകളിൽ കറക്റ്റായിട്ട് ഫില്ലിങ് വന്നിട്ടുണ്ടോ, അതുപോലെ മെഷ് വെച്ചത് കറക്റ്റ് ആണോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ ആ ചെയ്ത അപ്ലിക്കേറ്റർക്ക് നമ്മളത് ഇൻഫോം ചെയ്ത് കൊടുക്കും. നമ്മളിവിടെ ചെക്കിങ് കഴിഞ്ഞു, പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നമ്മളിത് വരുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവിടുത്തെ വീഡിയോസും കൂടി നമ്മൾ എടുക്കും. വീഡിയോസ് കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം അത് നമ്മൾ നമ്മുടെ ടെക്നിക്കൽ ടീമിന് ഫോർവേഡ് ചെയ്ത് അവർ അവിടെ ഒരു ചെക്കിങ് കൂടി ഉണ്ട്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള വീഡിയോസ് കോർണർ ഭാഗം അതുപോലെ ഫ്ലോർ എല്ലാം എടുത്തതിന് ശേഷം അവർക്ക് അയച്ചു കൊടുത്തതിന് ശേഷമാണ് അവർ നമുക്ക് വാറണ്ടി കാർഡ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ നമ്മൾ വാറണ്ടി എപ്പോഴും കമ്പനിയിൽ നിന്നാണ് ഇഷ്യൂ ചെയ്യുക. ഒരിക്കലും ചെയ്ത അപ്ലിക്കേറ്റർ അല്ല, കമ്പനി തന്നെയാണ് അതിന് വാറണ്ടി കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഡൗട്ട്, ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു ഈ മെറ്റീരിയൽ അവർക്ക് മാത്രം കിട്ടുമെന്ന രീതി എന്നോട് ചോദിച്ചു. മെറ്റീരിയൽ അവർക്ക് കിട്ടും, പക്ഷെ അവർ മെറ്റീരിയൽ എടുത്ത് ചെയ്യുമ്പോൾ അവർക്ക് ഒരിക്കലും വാറണ്ടി കിട്ടില്ല. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വാറണ്ടി സർട്ടിഫൈഡ് അപ്ലിക്കേറ്റർ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുള്ളൂ. കാരണം നമ്മൾ അവർക്ക് ഓൾറെഡി ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ അവർക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിനുള്ള എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ഒരാൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഏരിയയിലാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല. പിന്നെ നമുക്കൊരു ഫോർമാറ്റ് ഉണ്ട്, അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ അറിയിക്കുക അവർ ഇന്നൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഇത്ര ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർ ആ മെറ്റീരിയലാണ് ബില്ല് ചെയ്യുന്നത്. അപ്പോൾ ആ ബില്ല് ചെയ്തതിന് ശേഷം ഈ വർക്ക് കഴിയുമ്പോൾ അവർ വീണ്ടും നമുക്കൊരു ഫോം ഫില്ല് ചെയ്ത് തരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇൻസ്പെക്ട് ചെയ്തിട്ടാണ് വാറണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരാളെടുത്ത് പോയി കഴിഞ്ഞാൽ ഈ ഫോർമാറ്റ് ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വാറണ്ടി കിട്ടില്ല, മെറ്റീരിയൽ നമ്മൾ കൊടുക്കും. ഓക്കെ. ഞാനപ്പോൾ എന്ത് പറയാനുള്ള കാരണം വെച്ചാൽ ഞാൻ വിക്കിനോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് വാറണ്ടി ഉണ്ടാവും, അവർ ചെയ്താൽ മാത്രം വാറണ്ടി ഉണ്ടോ പറഞ്ഞത്. അവരാണ് വാറണ്ടി ഒക്കെ ഏത് കാലത്ത് ഇത്രയും കാലം ഇവിടെ എത്രയോ വീടുകൾ ചെയ്തിട്ടുണ്ട്, അത് നടക്കുകയോ ചെയ്യുന്ന അവർക്ക് അറിയുന്നത്. അതായത് മാർക്കറ്റിൽ ഇത്ര കാലം ഉണ്ടായിരുന്ന ഒരു പ്രാക്ടീസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോപ്പുകളിൽ നിന്നാണ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുക. ഈ ഷോപ്പിൽ നിന്ന് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു കമ്പനി വാറണ്ടി പ്രൊവൈഡ് ചെയ്യില്ല. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു മെറ്റീരിയൽ വാങ്ങി അടിച്ചു കഴിഞ്ഞാൽ കമ്പനി ഒരിക്കലും പ്രൊവൈഡ് ചെയ്യില്ല. അപ്പം അതിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ബാൻവെറ്റ് നമ്മുടെ ഫ്രാഞ്ചൈസിയിൽ നിന്നോ അല്ലെങ്കിൽ ഡയറക്റ്റോ മെറ്റീരിയൽ എടുക്കുക. അത് സർട്ടിഫൈഡ് അപ്ലിക്കേറ്റർ ത്രൂ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വാറണ്ടി കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെറ്റീരിയൽ അവിടെ നിന്ന് എടുക്കുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ പക്ഷെ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ വാറണ്ടി കിട്ടാനുള്ള ചാൻസ് ഇല്ല. ഇപ്പോൾ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ഒരു സർട്ടിഫൈഡ് അപ്ലിക്കേറ്റർ ത്രൂ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വാറണ്ടി പ്രൊവൈഡ്. ഇനിയിപ്പോൾ നിങ്ങളെ പ്രൊസീജിയർ നിങ്ങളിപ്പോൾ അവിടെ പോയി വീഡിയോ അപ്ലോഡ് കൊടുത്തിട്ട് അവർ ചെക്ക് ചെയ്തിട്ട് ഒരു 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ വാറണ്ടിയുടെ സോഫ്റ്റ് കോപ്പി നമുക്ക് വരും. അപ്പോൾ ഞാനത് ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ആൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അത് തരും. ഓക്കെ. അപ്പോൾ ഇതാണ് പറഞ്ഞ പ്രൊസീജിയേഴ്സ്. ഇപ്പോൾ വാറണ്ടീൻ്റെ എങ്ങനെയാണ് ഇപ്പോൾ നോർമലി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു വ്യക്തി പേരൊന്നും പറഞ്ഞില്ല. ആ വ്യക്തി പറഞ്ഞു വെച്ചാൽ അവർ സാധനം വാങ്ങി അവർ തന്നെ ചെയ്യണം. അവർക്ക് അതിനെ പറ്റി എന്താ അറിയുമെന്ന് എനിക്കറിയില്ല. അവർ ഏതെങ്കിലും പെയിൻറ്റർമാരൊക്കെ വെച്ചിരിക്കും ചെയ്യിപ്പിക്കുക. അപ്പോൾ നോർമലി അവർക്ക് വാറണ്ടി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അവർ പറഞ്ഞെന്താ ഇതിപ്പോൾ എത്ര കാലം ചെയ്താലും ഇപ്പോൾ ആളിപ്പോൾ ജീവനുണ്ടോ 20 വർഷം ജീവനുണ്ടാവുമോ അല്ലെങ്കിൽ ആ കമ്പനി 20 വർഷം ഉണ്ടാവുമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണിപ്പോൾ അവർ പറഞ്ഞ പ്രൊസീജിയർ. നമ്മുടെ ഡോക്യുമെൻറ്റ് നമ്മുടെ കയ്യിലുണ്ടാവും, നമുക്കത് വെച്ച് ബാക്കി കാര്യങ്ങൾ നോക്കാനൊക്കെ പറ്റും. ഒരു അപ്ലിക്കേറ്റർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്നും കൂടി ഒരു ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടാണ് കമ്പനി വാറണ്ടി കൊടുക്കുന്നത്. ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കമ്പനിയെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആളുകളുടെ ചോദ്യങ്ങളൊന്നാണ് കമ്പനി നിലനിൽപ്പുണ്ടാവും ആ സമയത്ത് 20 വർഷത്തും 15 വർഷത്തെ പറഞ്ഞത്.
ഇപ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മളിപ്പോൾ ഏകദേശം 10 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽ ടെസ്റ്റിങ്ങുകൾ കുറേ നടത്തിയിട്ടുള്ളത്. നമുക്ക് അത്ര ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വാറണ്ടി കൊടുക്കുന്നത്. നമുക്ക് ധൈര്യമായിട്ട് കമ്പനിയുടെ കോൺടാക്ട് വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഏത് അപ്ലിക്കേറ്ററാണ് ചെയ്ത് ആ ഒരു ത്രൂ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ നോക്കും നമ്മൾ. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ആ ഒരു 3 മാസത്തെ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ചെയ്തിരുന്ന വാട്ടർ പ്രൂഫിങ്ങിൻ്റെ 3 മാസത്തെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ വീഡിയോ നിങ്ങൾ തുടക്കത്തിൽ കണ്ടത് നമ്മൾ ചെയ്ത പ്രോസസ്സാണ്. അത് കഴിഞ്ഞ് 3 മാസത്തെ പ്രോസസ്സ് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ട് അവരുടെ കമ്പനിയിൽ നിന്ന് തന്നെ ആൾ വന്നിട്ട് ക്ലീൻ ചെയ്യും. ഒരു എല്ലാ 3 മന്ത്സ് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിൽ ഫസ്റ്റ് 2 വട്ടം അവർ ക്ലീൻ ചെയ്യാനിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ അവർ വന്ന് ക്ലീൻ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആളെ വെച്ചിട്ട് എന്തെങ്കിലും ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇവർക്ക് തന്നെ അറിയുന്ന ആൾക്കാരുണ്ടോണ്ട് തന്നെ അവർ തന്നെ പണിക്കാരെ വെച്ച് ക്ലീൻ ചെയ്യിപ്പിക്കണം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അവർ ക്ലീൻ ചെയ്യണ ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് മൂപ്പര് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ മൊത്തം എല്ലാം അധികം ഫോഴ്സ് കൊടുക്കാതെ ചെറുതായിട്ട് സ്മൂത്തായിട്ട് അതിമത്തെ പൊടികളും ചളികളും എന്തെങ്കിലും ഇതിലൊക്കെ ക്ലീൻ ചെയ്ത് ഒഴിവാക്കുകയാണ്. കണ്ടോ ഇതിപ്പോൾ എല്ലായിടത്തും ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഇതാണ്. ഇവിടെ നിൽക്കാൻ പറ്റില്ല, കണ്ണ് കുത്തും. ഭയങ്കരമായിട്ടുള്ളൊരു ഇതാണ്, എന്താ പറയുക, ആ ഒരു ലൈറ്റ്. പിന്നെ ഡാമേജസ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ നോക്കിയപ്പോൾ അതിൻ്റെ മൊത്തത്തിൽ കാണുമ്പോൾ തന്നെ അറിയാം എവിടെയും ഡാമേജ് വന്നിട്ടില്ല. ലീക്കേജിൻ്റെ അതൊന്നും പെർഫെക്റ്റ് ആയിട്ട് ആ 3 മാസത്തെ ഇതാണ് അവസ്ഥ. ഇനി നമുക്ക് ഇനിയുള്ള അങ്ങോട്ടുള്ള 1 വർഷത്തെ നമ്മൾ എന്തായാലും പ്രോസസ്സ് കാണിക്കുന്നതാണ്. അതിപ്പോൾ ഇപ്പോഴത്തേത് പറഞ്ഞാൽ ഒരു 3 മന്ത്സിൻ്റെ ഇതാണ്. ഇത് മുകളിലും ചെയ്തിട്ടുണ്ട്, മുകളിലോട്ട് കയറി പോകാൻ വയ്യാത്തതുകൊണ്ടാണ് അതിൻ്റെ അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ പിറകു വശത്ത് കുറച്ച് നമ്മൾ ബാക്കി എടുക്കുന്നുണ്ട്, കുറച്ച് ഫണ്ടിൻ്റെ ഇഷ്യൂ ആയിരുന്നു. എന്തായാലും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെയും നമ്മളെ സൺഷെയ്ഡുകളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടോ ഇവിടെ സൺഷെയ്ഡിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വാറണ്ടി പേപ്പർ നിങ്ങൾക്ക് കാണിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞതിൽ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. മൂപ്പര് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരും കാര്യങ്ങൾ എന്താണ് വാറണ്ടി പേപ്പറിൻ്റെ ഒരു ഉപകാരം. ഇപ്പോൾ ചില കമ്പനികൾ വാറണ്ടി പേപ്പർ കൊടുക്കുന്നില്ല, പക്ഷേ വായ കൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് അവർ പിന്നെ ആ ഒരു ഇത് നടക്കുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷേ ഇവിടെ വാറണ്ടി പേപ്പർ വിത്ത് അവരുടെ സൈനും സീലൊക്കെ ഇട്ടുള്ള ഒരു വാറണ്ടി പേപ്പർ ഉണ്ട്. ഇതാണ് നമ്മുടെ വാറണ്ടി പേപ്പർ അല്ല, ഇതാണ് നമ്മളെ വാറണ്ടിയുടെ പേപ്പർ ഇതാണ്. അപ്പം ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 5 വർഷത്തെ പ്രൊഡക്റ്റ് വാറണ്ടി, 15 വർഷത്തെ സർവീസ് വാറണ്ടി കൂട്ടിയിട്ട് 20 വർഷം മൊത്തം വാറണ്ടി ഉള്ളത്. അപ്പം ഇതിൽ നമ്മൾ ബാക്കിയുള്ള ടേംസ് കണ്ടീഷൻ എല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഇപ്പം 3 മാസം കൊണ്ട് വന്ന് വാഷ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ, സീലും കാര്യങ്ങളെല്ലാം ഉണ്ട്. സർവീസ് വാറണ്ടി ഇതിലുണ്ട്. ഇതിലെന്ത് പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്നിൽ കമ്പനിയെ നേരിട്ട് അറിയിക്കാം, അല്ലെങ്കിൽ നമ്മളെ ചെയ്ത ആപ്ലിക്കേറ്ററെ അറിയിക്കാം. ഞങ്ങൾ വന്നിട്ട് അത് നോക്കി കാര്യങ്ങൾ കൊണ്ടാണ്. അതേപോലെ ഒരു ഡൗട്ട് വെച്ചാൽ ഇപ്പോൾ ഇതിലിപ്പോൾ വേറെ സംഭവം കാണിച്ചു കൊടുക്കാണ്ട് നമുക്ക് ഇതിലിപ്പോൾ ഒരു ചോപ്പിലൊരു സംഭവം എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു കുറച്ച് ഏരിയ നമ്മൾ ചെയ്തിട്ടില്ല. ആ ചെയ്യാത്ത ഏരിയ അവർ ഉത്തരവാദിത്തമല്ല എന്നുള്ള സംഭവമാണ്. പക്ഷെ ബാക്കിയുള്ള ഏരിയാസ് ഒക്കെ അവർ ഉത്തരവാദിത്തം. പിന്നീട് നമുക്ക് ഇനി ബാക്കി എവിടെയെങ്കിലും ചെയ്യാണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അത് വേറെ ചെയ്യാൻ പറ്റും. അത്രയാണ് ഇതിന്റെ ഈ പേപ്പർ വാറണ്ടി പേപ്പറിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് നിങ്ങളെ കയ്യിൽ സൂക്ഷിച്ച് വെക്കണം, അല്ലെങ്കിൽ പിന്നെ ചോദിച്ചിട്ട് പിന്നെ വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം. ഈ പേപ്പർ എത്ര 20 വർഷം 30 വർഷമാണ് എടുത്ത് വെച്ചത്. നമ്മൾ അതിന്റെ ഒരു തെളിവ് അതാണ്. നമ്മൾ വാക്കാനുള്ള ഒരു പ്രസിദ്ധം മാത്രമല്ല, വായുകൊണ്ട് വെറുതെ പറയുന്നതല്ല. അപ്പൊ അതിന്റെ ഒരു തെളിവ് ഇവരുടെ പേരിലല്ല, അവരുടെ കമ്പനിയുടെ പേരാണ്, ബാങ്കിന്റെ കമ്പനിയുടെ പേരിലാണ്. ഇതിൽ ഒന്ന് കമ്പനി നാൾ വരും, അല്ലെങ്കിൽ ഞങ്ങൾ വന്നില്ലേ കമ്പനി നാൾ വരും. ഞങ്ങൾ ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഗൈസ്, ബൈ.